ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പമായിരിക്കും. ഞാനും നീയും നമ്മുടെ ലോകവും കുട്ടികളും. ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഭൂരിഭാഗം ആൾക്കാരും ഒരു കാലത്ത് പ്രണയിച്ച് നടന്നിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചില്ല. അതിൽ ഒരാള് വിവാഹം കഴിച്ചു, മറ്റേ ആള് ഇപ്പോഴും സിംഗിളായി തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ മുഖേന, അതായത് വിവാഹം കഴിച്ച ആള് മുൻകൈയെടുത്ത് മറ്റേ ആളെ, സിംഗിളായിട്ട് ഇരിക്കുന്ന മറ്റേ ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഒരു പക്ഷേ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ നേരിട്ട് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ത്രൂ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ പറയുകയാണ്, എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് നിങ്ങളൊപ്പം മാത്രമായിരിക്കും, വേറെ ഒരാളും വേണ്ട, വേറൊരാൾക്കും നിങ്ങളുടെ ഒരു സ്ഥാനം നൽകാൻ അവർ തയ്യാറല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ഇങ്ങനെയാണ് ഇവിടെ ലഭിക്കുന്ന മെസ്സേജ്. BKT നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ പേരിലോ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ ഒക്കെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഒരു വീട്ടുപേരിലോ പെറ്റ് നെയിമോ എന്തിലോ ഈ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നീ എന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു. ഒരു കാലത്ത് നിങ്ങൾ അവർക്ക് ഒരുപാട് വാക്ക് നൽകിയിട്ടുണ്ടായിരിക്കും, പ്രോമിസ് നൽകിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും പാലിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അതിൻ്റെ ഒരു ദേഷ്യമല്ല ശരിക്കും, ഇതൊരു സങ്കടമാണ്. ആ ഒരു സങ്കടം പ്രകടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം അവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അതിപ്പോൾ അവർ തിരിച്ചറിയുകയായിരിക്കും. അതുമായിരിക്കാം സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ലൈഫിലൂടെ ആയിരിക്കാം നിങ്ങളോ അവരോ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല. നേരത്തെ മെസ്സേജസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെയും സങ്കല്പിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതം അവർക്ക് സത്യം പറഞ്ഞാൽ ദുസ്സഹമായി തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നിച്ചു കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ അവർ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ.